ഹലോ ഓൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മൊഡ്യൂൾ 10 ബയോളജിക്കൽ ലാബറട്ടറി ടെക്നിക്സിലെ മൊഡ്യൂൾ 10ൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളിൽ തന്നെ, അതായത് മൊഡ്യൂൾ 10ൽ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹെർബേറിയം. അപ്പോൾ ഹെർബേറിയം ആയിക്കോട്ടെ, പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് ആയിക്കോട്ടെ, അത് രണ്ടും പ്രിസർവേഷൻ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെർബേറിയം ഒരുപക്ഷെ ഹെർബേറിയം വായിച്ച് നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹെർബേറിയത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ബിക്കോസ് ഹെർബേറിയം എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്. അതിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെർബേറിയം തൊട്ടിട്ട് ഇന്റർനാഷണൽ ലെവൽ വരെയുള്ള ഹെർബേറിയംസ് അവൈലബിൾ ആണ്. അത് ഹെർബേറിയംസ് ഉണ്ടാക്കുന്ന രീതി, എല്ലാ സ്റ്റെപ്സും പെർഫെക്റ്റ് ആയിരിക്കണം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സിനെ കുറിച്ചും പഠിക്കാൻ പോകുന്നത്. കാരണം ഒന്ന് പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്യുന്നു, രണ്ടാമത്തത് ബട്ടർഫ്ലൈസിനെയും മോത്ത്സിനെയും പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില ബട്ടർഫ്ലൈസ്, അതിപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സൈലന്റ് വാലിയിൽ കാണുന്ന ഒരുപാട് സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസിലെ മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊരു ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ ഒരു സിഗ്നേച്ചറാണ് ആ ബട്ടർഫ്ലൈസ്, അവിടുത്തെ ബട്ടർഫ്ലൈ കളക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ബട്ടർഫ്ലൈനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനൊരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു ജനറ്റിക് അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ബട്ടർഫ്ലൈസിനെ പ്രിസർവ് ചെയ്യും പിന്നിങ് വഴി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈസിനെയും മോത്ത്സിനെയും പിൻ ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഫുള്ളി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിൽ യു ഹാവ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് തമ്മിലുള്ള ഡിഫറൻസ്? ബോത്ത് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത് ബിലോങ് ടു ദ സെയിം ഇൻസെക്ട് ഗ്രൂപ്പ് കോൾ ലെപ്പിഡോപ്റ്ററ. അപ്പോൾ ഈ ലെപ്പിഡോപ്റ്ററ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് രണ്ടിനെയും, അതായത് ബട്ടർഫ്ലൈസിനെയും മോത്ത്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഗ്രൂപ്പാണ് ലെപ്പിഡോപ്റ്ററ. ഓക്കെ, ഇനി എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്? ഇൻ ജനറൽ ബട്ടർഫ്ലൈസ് ഡിഫർ ഫ്രം മോത്ത്സ് ഇൻ ദ ഫോളോയിങ് വേസ്. അല്ലേ, ബട്ടർഫ്ലൈസ് യൂഷ്വലി ഹാവ് ക്ലബ്ഡ് ആന്റിന, ബട്ട് മോത്ത്സ് ഹാവ് ഫസി ഓർ ഫെദറി ആന്റിന. ആഫ്റ്റർ ഓൾ എന്താണ് ആന്റിന? ആന്റിന എന്ന് പറയുന്നത് അവരുടെ ഹെഡിന്റെ മുകളിലുള്ള ഒരു തിൻ സ്ലെൻഡർ അപ്പൻഡേജസ് ആണ് ആന്റിന എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ അറ്റത്ത് ടേസ്റ്റ് പെർസീവ് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ടാകും, സ്മെല്ല് പെർസീവ് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ടാകും. ഇത് ഈ ആന്റിനയുടെ പ്രസൻസ് ബട്ടർഫ്ലൈസിലുണ്ട്, മോത്ത്സിലുണ്ട്. പക്ഷെ ഇവരുടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ലബിങ് നടക്കുന്നുണ്ട്, ഒരു ക്ലബ്ഡ് അപ്പൻഡേജസ് ആണ് കാണുന്നത്. പിന്നെ അത് ലോങ് ആൻഡ് സ്ലെൻഡർ ആണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും മോർഫോളജിക്കലി നമുക്ക് വിസിബിൾ ആയിട്ടില്ല. പക്ഷെ ഇവരുടെ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഒരു തരം ഫെദറി ആൻഡ് ഫസി ടെക്സ്ചർ ആണ്. ഓക്കെ, പിന്നെ ബട്ടർഫ്ലൈസ് നോർമലി ആർ ആക്റ്റീവ് ഡ്യൂറിങ് ദ ഡേ ടൈം, വെൽ മോസ്റ്റ് മോത്ത്സ് ആർ ആക്റ്റീവ് ഡ്യൂറിങ് ദ നൈറ്റ് ടൈം. ഓക്കെ, പിന്നെ അടുത്ത മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് വെൻ ബട്ടർഫ്ലൈ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിന്റെ രണ്ട് വിങ്സും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുള്ള രീതിയിൽ ആണ് റെസ്റ്റ് ചെയ്യുക. പക്ഷെ മോത്ത്സ് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിന്റെ വിങ്സ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും റെസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ബട്ടർഫ്ലൈസ് വിൽ ഹവർ ബാസ്ക് വിത്ത് ദെയർ വിങ്സ് ഔട്ട്സ്ട്രെച്ച്ഡ്. അതായത് സാധാരണ രീതിയിൽ ബട്ടർഫ്ലൈസ് റെസ്റ്റ് ചെയ്യുമ്പോൾ വിങ്സ് ഇങ്ങനെ ഒരുമിച്ചായിട്ടുള്ള രീതിയിൽ റെസ്റ്റ് ചെയ്താൽ പോലും ബാസ്ക് എന്ന് പറയുന്നത് അത് അതിന്റെ വിങ്സ് സ്പ്രെഡ് ചെയ്തിട്ട് മറ്റേ സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബാസ്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊസീജിയറിന്റെ സമയത്ത് അത് വിങ്സ് എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻ ദിസ് പൊസിഷൻ വെൽ ദ മോത്ത്സ് വിൽ ബി സ്ട്രെച്ചിങ് ഔട്ട് ദെയർ വിങ്സ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഡിഫറൻസ് ആണ്, ബട്ടർഫ്ലൈസ് ആർ ജനറലി ബ്രൈറ്റ്ലി കളേർഡ് ദാൻ മോത്ത്സ്. ഹവർ ദിസ് ഇസ് നോട്ട് ഓൾവേസ് ദ കേസ്. ചില മോത്ത്സ് ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ബട്ടർഫ്ലൈസ് ആർ ബ്രൈറ്റ്ലി കളേർഡ്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പിന്നിങ് പ്രൊസീജിയറിലേക്ക് പോണേക്കാട്ട് മുന്നേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ നീഡ് ഓഫ് പിന്നിങ് ദിസ് ബട്ടർഫ്ലൈസ്. കാരണം ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് പിന്നിങ് എന്നുള്ള പ്രൊസീജിയർ അത്ര കോസ്റ്റ്ലി അല്ല, പക്ഷേ ആഫ്റ്റർ ദാറ്റ് വി ആർ ആക്ച്വലി കീപ്പിംഗ് ദോസ് പിൻഡ് ബട്ടർഫ്ലൈസ് ഓൺ ടു എ ഡിസ്പ്ലേ ബോക്സ്. ആ ഡിസ്പ്ലേ ബോക്സ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് എന്തിനാണ് ബട്ടർഫ്ലൈസിനെ പിൻ ചെയ്യുന്നത്? ഒബ്വിയസ്ലി അതൊരു പ്രിസർവേഷൻ ടെക്നിക്കാണ്, പക്ഷെ ആക്ച്വൽ നീഡ് എന്താണ്? അതാണ് ഈ രണ്ട് പോയിന്റ്സ്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ്
The collected specimens can be identified to species level using genitalic dissections and other internal and external anatomy that can only be studied through microscope work on pinned specimen. അതായത് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഒരു പർട്ടിക്കുലർ ടെർമിനോളജി ജെനിറ്റാലിക് ഡിസെക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ മോത്ത്സ് ആയിക്കോട്ടെ അത് എന്താണ് ഏത് രീതിയിലാണ് നമ്മൾ അതിനെ പഠിക്കാൻ പോകുന്നത് അതിന്റെ സ്പീഷീസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ ജെനിറ്റാലിക് ഡിസെക്ഷൻസ് ആണ് അതായത് അതിന്റെ ജെനിറ്റൽസിനെ നമ്മൾ ഡിസെക്ട് ചെയ്യുന്നത് വഴിയാണ് അതിനെക്കുറിച്ച് ഒരു എന്താ പറയാ ടോപ്പ് നോച്ച് നോളജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ജെനിറ്റാലിക് ഡിസെക്ഷൻസ് പോസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ബട്ടർഫ്ലൈസിനെയും മോത്ത്സിനെയും പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് പ്രിസർവ്ഡ് ആയിരിക്കും ആ ഒരു പ്രൊസീജിയർ വഴി. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ദിസ് പിൻഡ് ബട്ടർഫ്ലൈ കളക്ഷൻ സെർവ് ആസ് ബയോഡൈവേഴ്സിറ്റി ഡാറ്റാബേസ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നൊരു ടെർമിനോളജിയാണ് ബയോഡൈവേഴ്സിറ്റി ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാം അതായത് ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ കാര്യത്തിൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൈലേഷൻ ഓഫ് നോളജ്. അതായത് ബട്ടർഫ്ലൈ നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്തു, എന്ത് രീതിയിലുള്ള ഇൻഫർമേഷൻ ആണ് മോർഫോളജിക്കലി നമുക്ക് കാണാൻ പറ്റിയത്, നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ അത് എന്താ പറയാ എല്ലാം എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോളജും നമ്മളൊരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അത് ഇറ്റ്സ് എ വെബ് ബേസ്ഡ് പ്രൊസീജിയർ. നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനൊക്കെ ഉപയോഗിക്കുന്ന മാതിരി ഒരു പ്രൊസീജിയർ ആണ് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ബട്ടർഫ്ലൈനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ എൻ്റർ ചെയ്തു, ഞാനത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ലോകത്തിന്റെ ഏതൊരു ദിക്കിൽ നിന്നും ഒരാൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഹെർബേറിയം എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലുള്ള ഒരു സിമിലർ പ്രൊസീജിയർ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്സ് ബേസിക്കലി എ പ്രിസർവേഷൻ സ്ട്രാറ്റജി. ഇനി കുറച്ച് ബട്ടർഫ്ലൈസിന്റെ പേരുകൾ ലൈക്ക് നിങ്ങൾക്ക് അത് അത്ര റിലവൻ്റ് അല്ല, പക്ഷെ അങ്ങനെ പിൻ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈസിന്റെ 2-3 പിക്ചേഴ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു ജസ്റ്റ് ബട്ടർഫ്ലൈസിന്റെ പിൻഡ് ആൻഡ് പ്രിസർവ്ഡ് കളക്ഷൻ ആണ്. ഇത് ആക്ച്വലി ഉള്ളത് ഒരു ഡിസ്പ്ലേ ബോക്സിലായിരിക്കും, പക്ഷെ ഇത് ഡിസ്പ്ലേ ബോക്സ് തുറന്നിട്ട് എടുത്തിട്ടുള്ള ഒരു പിക്ചർ ആണ്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണുന്നത് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് എ ലീഫ് വിങ് ബട്ടർഫ്ലൈ. ആഗ്രിയ നാർസിസസ് എന്നാണ് ഈ ബട്ടർഫ്ലൈയുടെ പേര്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ആ ഒരു കളർ ആ ബ്ലാക്ക് ആൻഡ് യെല്ലോ സ്ട്രൈപ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു ടൈഗർ അല്ലെ. അപ്പൊ ഈ ബട്ടർഫ്ലൈയുടെ പേര് എന്ന് പറയുന്നത് ടൈഗർ സ്വാലോ ടൈ ബട്ടർഫ്ലൈ പാപ്പിലിയോ ഗ്ലോക്കസ് എന്നാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ പേര്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈനെ പിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ കാണും. നമ്മൾ സാധാരണ ഈ കാണുന്ന നമ്മുടെ പാടത്തും പറമ്പിലുള്ള ബട്ടർഫ്ലൈസിനെ സാധാരണ രീതിയിൽ പിൻ ചെയ്യാറില്ല. ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് നിക്സ് തന്നെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇനി we are just directly going into the pinning procedure. Just as an introduction to that pinning procedure, I'll just read out this particular slide. The bugs in the bug box are all specimens that we personally collect ourselves that have died of natural causes. Okay, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ബട്ടർഫ്ലൈസിനെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ആക്ച്വലി നമ്മൾ അതിനെ പിടിച്ച് കൊന്നിട്ടല്ല, അത് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൈഡ് ബൈ നാച്ചുറൽ കോസസ്. സ്വാഭാവികമായിട്ടുള്ളൊരു ഡെത്ത് സംഭവിച്ചിട്ടുള്ള ബട്ടർഫ്ലൈസിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ ടു കിൽ ലൈവ് ഇൻസെക്ട്സ് ടു കീപ്പ് ആസ് സ്പെസിമെൻസ് ഒബ്വിയസ്ലി. പിന്നെ ബട്ടർഫ്ലൈസ് ആർ എവ്രിവെയർ. യു വിൽ ജസ്റ്റ് നീഡ് ടു കീപ്പ് ആൻ ഐ ഔട്ട് ഫോർ ദം when you are on your nature walks or in your backyard. അതായത് നമ്മളുടെ കയ്യിലുള്ള ഫോണ് താഴെ വെച്ചിട്ട് നമ്മൾ ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഫോൺ അഡിക്ട്സ് ആണ്, ഇൻക്ലൂഡിങ് ഞാൻ. അപ്പോൾ അത് താഴെ വെച്ചിട്ട് വി ഹാവ് ടു ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പ്ലോർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പിൻ ചെയ്യാൻ പാകത്തിലുള്ള ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കാണും. അത് നമ്മൾ നേച്ചർ വാക്സ് നമ്മളിപ്പോൾ ഒന്ന് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ജേർണി സെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊന്ന് പോയി കഴിഞ്ഞാലും ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് പ്രത്യേകതകളുള്ള എന്തെങ്കിലും ഒരു ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാതിരിക്കില്ല. ഓക്കെ, ടു പിൻ ദം യു വിൽ ബി യൂസിങ് entomological pins. ഡെഫിനറ്റ്ലി entomology നമുക്കറിയാം, ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആർ കോൾഡ് ആസ് entomology. അപ്പോൾ entomological pins എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ടുള്ള അവൈലബിൾ ആണ്.
ഡിപ്പെൻസ്, ഇതിന് അത്രയും പ്രാധാന്യമില്ല. പക്ഷെ അത് പിൻ ചെയ്യുന്നത്, ആ പിൻസിന് പറയുന്ന പേരാണ് എൻഡമോളജിക്കൽ പിൻസ് വിച്ച് ഇസ് യൂസ് ടു പിൻ ദ ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ്. അത് ഒരുപാട് സൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 2, 3, 4 അങ്ങനെ ഞാൻ കുറെ നോക്കിയപ്പോൾ 11, 12 കുറെ ഉണ്ട്. അത് വലിയ വലിയ ഭീമാകാരമായിട്ടുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ കുറച്ചും കൂടി വലിയ സൈസിലുള്ള എൻഡമോളജിക്കൽ പിൻസ് ഉപയോഗിക്കും. അത് ഒബ്വിയസ് ആണ്. അപ്പോൾ സാധാരണ 2ഉം 3 എന്നുള്ള സൈസാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു യൂസ് ഇൻസെക്ട് പിൻസ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള ഒരു പ്രൊസീജിയർ അല്ല. സോ ഇറ്റ് ഹാസ് ടു ബി, അതൊരു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള പിൻസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ദേ ഡു നോട്ട് റസ്റ്റ്, തുരുമ്പ് പിടിക്കില്ല. ഓക്കെ, സിൻസ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് ഹാവ് വിങ്സ് ദാറ്റ് നീഡ് ടു ബി സപ്പോർട്ടഡ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഒരു കളക്ഷനിൽ കാണുമ്പോൾ ആ ഒരു വിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു വിങ്സ് സ്ട്രെച്ച് ചെയ്തിട്ട് പരത്തി വെച്ചിട്ടുള്ള രീതിയിലാണ് അതിനെ പിൻ ചെയ്യുന്നത്, അതിനെ കാണുന്നത്. അപ്പം അങ്ങനെ വെക്കണമെങ്കിൽ ആ ഒരു വിങ്സിനെ സ്പ്രെഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്പ്രെഡിങ് ബോർഡ് ആവശ്യമാണ് ഈ പിന്നിങ് പ്രൊസീജിയറിൽ. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആ പ്രൊസീജിയറിലേക്ക് പോവാം. ഇനി മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഇതിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻസെക്ട് സ്പ്രെഡിങ് ബോർഡിന്റെ കാര്യം മാത്രമാണ് നേരത്തെ സ്ലൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഒരു ടൈറ്റ് സീലിംഗ് കണ്ടെയ്നർ വേണം. ഓക്കെ, അതെന്തിനാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ കാണാൻ പറ്റും. പിന്നെ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറയുന്നത് ആക്ച്വലി 70 to 99% കോൺസെൻട്രേഷനിലുള്ള ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ് ഈ പറഞ്ഞ റബ്ബിംഗ് ആൽക്കഹോൾ. റബ്ബിംഗ് ആൽക്കഹോളിന് ഒരുപാട് യൂസസ് ഉണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും നായോ പൂച്ചയോ കടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ വെച്ചിട്ടൊന്ന് അവിടെ ഒന്ന് വൈപ്പ് ചെയ്യും, ഒന്ന് ഒപ്പിയെടുക്കും. പിന്നെ ഇതിന് ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ടുള്ള യൂസേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സിലും ഇതിന് ഒരു റോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഇൻസെക്ട് സ്പ്രെഡിങ് ബോർഡ്, അതായത് നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻസെക്ട്സിന്റെ ഈ പറഞ്ഞ ബട്ടർഫ്ലൈസിന്റെ വിങ്സ് ഉള്ള കാരണം അത് സ്പ്രെഡ് ചെയ്തിട്ട് വേണം അതിനെ പിൻ ചെയ്യാൻ. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രെഡിങ് ബോർഡ് ഉണ്ട്. അപ്പോൾ ബോർഡ് എന്ന് പറയുന്ന ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ബോർഡ് തന്നെ വുഡിന്റെയും അവൈലബിൾ ആണ്, സ്റ്റൈറോഫോമിന്റെയും അവൈലബിൾ ആണ്. സ്റ്റൈറോഫോം എന്ന് പറയുന്നത് ഒരു സ്റ്റൈറീൻ എന്താ പറയുക നമ്മുടെ തെർമോക്കോളൊക്കെ പോയിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റൈറോഫോം ബോർഡ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ചീപ്പർ ആണ്. ഓക്കെ, വുഡിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നെ നേരത്തെ സ്ലൈഡിൽ കണ്ട പോലെ ഇൻസെക്ട് പിന്നിങ് ഫോസെപ്സ് വേണം. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ കൊണ്ടല്ല നമ്മൾ ബട്ടർഫ്ലൈസിനെ പിൻ ചെയ്യുമ്പോൾ നമ്മൾ കൈ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കാരണം അത്രയും ഫ്രജൈലാണ്, അത്രയും സെൻസിറ്റീവ് ആണ്. അതിൻ്റെ പെട്ടെന്ന് ഇളകി പോരും അതിൻ്റെ വിങ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ. സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫോസെപ്സ് ഉപയോഗിക്കണം. ബിക്കോസ് ഇറ്റ്സ് റെക്കമെൻഡഡ് ടു യൂസ് a pair of these forceps because butterflies and moths are fragile and we will want to minimize handling. കാരണം അത്രയും കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോസെപ്സ് ആവശ്യമാണ്. പിന്നെ ഇൻസെക്ട് പിൻസ് 2 and 3 സൈസിലുള്ള പിൻസ്, എൻഡമോളജിക്കൽ പിൻസ്, പിന്നെ കുറച്ച് വാക്സ് പേപ്പർ. അതായത് അതിൻ്റെ ആവശ്യം അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ഡിസ്പ്ലേ ബോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ ബോക്സിലാണ് ഈ പറഞ്ഞ ബട്ടർഫ്ലൈസ് പിൻ ചെയ്തിട്ടുള്ള പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബട്ടർഫ്ലൈസിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് ഹൗ വാസ് ഇറ്റ് പോസിബിൾ ടു റിലാക്സ് ദ ഡ്രൈഡ് ഇൻസെക്ട്സ്. അപ്പോൾ അപ്പോൾ എന്തിനാണ് റിലാക്സ് ചെയ്യുന്നത്? We can skip this step if our collected specimens are fresh and still pliable. Pliable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സ്പെസിമെൻസ് ഫ്രഷ് ആണ്, അതായത് ഇപ്പോൾ ഡെത്ത് ജസ്റ്റ് നൗ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബട്ടർഫ്ലൈസ് പ്ലയബിൾ ആയിരിക്കും. പ്ലയബിൾ എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക, ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് അതിൻ്റെ ആൻറ്റിന ആയിക്കോട്ടെ, അതിൻ്റെ വിങ്സ് ആയിക്കോട്ടെ, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ആൻറ്റിന, വിങ്സ് സംഭവങ്ങളൊക്കെ മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്കതിനെ പ്രോപ്പർലി സ്പ്രെഡ് ചെയ്തിട്ട് പിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ടോട്ടലി ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണെങ്കിൽ നമുക്ക് പിന്നിങ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ഇൻസെക്ട്സിനെ നമ്മൾ കുറച്ചും കൂടി പ്ലയബിൾ ആക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് റിലാക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ if the specimens are dried out and brittle, we will need to rehydrate them prior to pinning them. We can do so by creating a relaxing chamber for them using a tight sealing container and paper towels. To create an insect relaxing chamber, we have to moisten a paper towel with equal parts of rubbing alcohol and water. Squeeze out excess liquid so that the paper towel is damp but not soaking wet,
and place in a single layer on the bottom of your container. അതായത് നമുക്ക് ബേസിക്കലി വേണ്ടത് ഒരു കണ്ടെയ്നർ വേണം, ക്ലോസ്ഡ് ആയിരിക്കണം, അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഇങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ആ മൊത്തം സ്പെസിമെനെ നമുക്ക് കുറച്ചും കൂടി ലൈവ്ലി ആൻഡ് പ്ലയബിൾ ആക്കണം. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഒക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ്, അടപ്പുള്ള കണ്ടെയ്നേഴ്സ് ആണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ചീപ്പാണ്, അവൈലബിൾ ആണ് അങ്ങനെ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് നമ്മൾ വാട്ടറും ആൽക്കഹോളും റബ്ബിംഗ് ആൽക്കഹോളും വെച്ചിട്ടുള്ള മിക്സ്ചർ വെച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബോട്ടം ലെയറിൽ, ആ ബോക്സിൻ്റെ ബോട്ടം ലെയറിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടു പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് മോൾഡ്. ഒബ്വിയസ്ലി നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗസിന്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റബ്ബിംഗ് ആൽക്കഹോൾ കൂടി ഈ ഒരു മിക്സ്ചറിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ we have to just after doing so we have to place the butterfly or moth on top of this layer. Insects will be very fragile, so handle with care. We can keep a small piece of mesh screen underneath so that it does not sit directly on the paper towel. Okay, add another damp paper towel on top over so that it does not sit directly on the specimen. അതായത് ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെന്റൻസസ് ക്ലിയർ ആകും നിങ്ങൾക്ക്. After this we have to close the lid tightly and leave undisturbed for 24 to 48 hours. അപ്പോൾ 24 to 48 hours ആണ് ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ഇൻസെക്ട്സിനെ പ്ലയബിൾ ആക്കാൻ നമുക്ക് കിട്ടുന്ന സമയം. അത്രേ വേണ്ടൂ. The moisture from the paper towels will create humidity inside of your closed container that will rehydrate your specimens and allow their limbs to become soft and pliable again. Check your specimen for pliability every 24 hours. അതായത് പ്ലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യും? When antenna and such can be easily moved, then your butterfly or moth is ready to be spread and pinned. Okay, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഹൗ ടു റിലാക്സ് ദി ഡ്രൈഡ് ഇൻസെക്ട്സ്. ക്ലിയർ അല്ലേ? ഇതാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ റിലാക്സിങ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാംപ് പേപ്പർ ടവൽ ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ, അപ്പോൾ ഇതിൽ റബ്ബിംഗ് ആൽക്കഹോളും വാട്ടറിൻ്റെയും ഈക്വൽ മിക്സ്ചർ ആണ്, അതിൻ്റെ മുകളിൽ നമ്മളൊരു വയർ മെഷ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടർഫ്ലൈനെ ഡയറക്ട്ലി നമ്മൾ ഈ കെമിക്കൽസ് ആയിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാകാം ഈ മെഷ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ലെയർ കൂടി വെക്കാം, ചിലരത് ഒമിറ്റ് ചെയ്യുന്നുണ്ട് ആ സ്റ്റെപ്പ് മെയിൻലി. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന മോയ്സ്ചർ ഈ ടൈറ്റ്ലി സീൽഡായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഫുള്ള് നിറഞ്ഞിട്ട് ഇറ്റ് വിൽ റീഹൈഡ്രേറ്റ് ദിസ് പെർട്ടിക്കുലർ ബട്ടർഫ്ലൈ ഓർ മോത്ത് ആൻഡ് മേക്ക് ഇറ്റ് പ്ലയബിൾ അഗെയിൻ. ഓക്കെ, പിന്നെ ഹൗ ടു ഇൻസേർട്ട് ആൻ ഇൻസെക്ട് പിൻ. അപ്പോൾ ഇൻസെക്ട് പിന്നിൻ്റെ മറ്റൊരു പേര് നമ്മൾ മുന്നേ പഠിച്ചു, എൻഡമോളജിക്കൽ പിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈസിന് സോഫ്റ്റ് ആയിട്ടും പ്ലയബിൾ ആയിട്ടും കിട്ടി. അപ്പോൾ യൂസിങ് യുവർ ഫിംഗേഴ്സ് ഹോൾഡ് യുവർ സ്പെസിമെൻ അണ്ടർ ദ തൊറാക്സ്. തൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ഹെഡ് ഉണ്ട്, ആ ഹെഡിൻ്റെ തൊട്ട് താഴെയുള്ള ഹെഡ് ആണെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള സെഗ്മെന്റ് ആണ് തൊറാക്സ് എന്ന് പറയുന്നത്. ആ തൊറാക്സ് സെഗ്മെന്റിലാണ് ഫോർ വിങ്സും ഹൈൻഡ് വിങ്സും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തൊറാക്സിൽ ജെന്റ്ലി നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ജെന്റ്ലി we have to squeeze the thorax. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മെല്ലനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ വിങ്സ്, ഫോർ വിങ്സും ഹൈൻഡ് വിങ്സും എന്താ പറയുക പ്രോപ്പർലി റീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അത് മൂവ് ചെയ്യും, അത് ഇറ്റ് വിൽ ജസ്റ്റ് സ്പ്രെഡ് ഔട്ട്. ഓക്കെ, it will get separate a bit when we gently squeeze the thorax. We have to insert a pin through the center of the thorax from the top of the specimen at a 90-degree angle. അതായത് ആദ്യം തന്നെ നമ്മളൊരു ഇൻസെക്ട് പിന്നിങ് ബോർഡ് വെച്ചിട്ട് നമ്മളൊരു പിൻ വെച്ച് എൻറ്റമോളജിക്കൽ പിന്ന് ആദ്യം തൊറാക്സിൽ പിൻ ചെയ്യണം അറ്റ് ദ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഇൻസെക്ട് പിന്നിങ് ബോർഡിന്റെ ഹെൽപ്പോട് കൂടിയാണ്. A pinning block may be helpful, so we have to be very careful while handling the wings, as you can accidentally rub some of the scales off. Okay. Okay, അപ്പോൾ അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ സ്പ്രെഡ് ദ ബട്ടർഫ്ലൈ വിങ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞത് എങ്ങനെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു പിന്നെടുത്തിട്ട് അതിൻ്റെ തൊറാക്സിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് പിന്നിങ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ വിങ്സിനെ എങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് പിൻ ചെയ്യാമെന്ന രീതിക്കാണ്. ഓക്കെ, push the pin into the center groove of the board
and push down into the foam until the bottom of your specimen's wings are even with the sides of the board. അതായത് നമ്മൾ പിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസെക്ട് പിന്നിങ് ബോർഡിന്റെ സൈസിനോട് ടാലി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ വിങ്സിന് സ്പ്രെഡ് ചെയ്തിട്ട് പിൻ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു വിങ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഈവൻ ആവാൻ വേണ്ടിയിട്ടും പിന്നീട് അത് അതിന്റെ ഒരു അലൈൻമെന്റ് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് we have to cut several narrow strips of wax paper about 1/4 inch wide depending upon the size of your butterfly or moth. This will use to hold the wings in place on the board as they dry. Use forceps to gently open the wings and pin a narrow strip on each side to hold them down. Place a pin at the top of the butterfly or moth. This will be used to hold the wings in place on the board as they dry. Use forceps to gently open the wings and pin a narrow strip on each side. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കത് ഇമാജിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്കത് we have to just visualize what is happening on this particular procedure. മെയിൻ ആയിട്ട് നമ്മൾ ആ തൊറാക്സ് പിൻ ചെയ്തതിന് ശേഷം we have to use നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി entomological specific forceps to carefully handle their forewings and hindwings. അത്രയും ഫ്രജൈൽ ആണ്, അത്രയും സെൻസിറ്റീവ് ആണ്. അതിനെ സ്പ്രെഡ് ചെയ്യാനും പ്രോപ്പർലി സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കുറച്ചും കൂടി അതിന്റെ മാക്സിമം ഡയമെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർസെപ്സ് ഉപയോഗിക്കുന്നു. ആൻഡ് വി ആർ ഡൂയിങ് ഓൾ ദിസ് പ്രൊസീജിയേഴ്സ് യൂസിങ് ദ ഇൻസെക്ട് ബോർഡ്. ആൻഡ് ആ ഒരു സ്പ്രെഡിങ് ഓറിയന്റേഷൻ നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദിസ് നാരോ സ്ട്രിപ്സ് ഓഫ് വാക്സ് പേപ്പർ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു നോട്ട് ലൂസ് ദാറ്റ് സ്പ്രെഡഡ് പാറ്റേൺ. That's it. That's what is covered in this particular step 3, that is how to spread the butterfly wings. Okay. Okay, അപ്പോൾ step 4 എന്ന് പറയുന്നത് how to position the forewings. അപ്പോൾ നമ്മൾ forewings എന്ന് പറയുന്നത് top wings of the butterfly. First we will be moving the forewings, that is the wings on the top, into place. Move the forewing up very gently, grabbing the top vein with the tip of the forceps and pulling it upwards. Place an additional strip of wax paper diagonally across the forewing as shown എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ചർ കാണിച്ചു തരാം. and insert a pin both above and below the wing. Make sure, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. Make sure that we have to pin around the wing and not through it. Repeat this same process for the other forewing of the butterfly. This will be used to hold the wings in place on the board as they dry. Use forceps to gently open the wings and pin a narrow strip on each side to hold them down. Place a pin at the top and bottom of each side but do not pierce through the wings. അതായത് നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടിട്ടുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ്. അതായത് അതിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. അതായത് നമ്മൾ ബട്ടർഫ്ലൈയുടെ ടോപ്പ് വിങ്സ്, അതായത് ഫോർ വിങ്സ് എങ്ങനെ പിൻ ചെയ്യാം, ബിക്കോസ് നമ്മളത് ഫുള്ളി സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോർസെപ്സ് ഉപയോഗിച്ചിട്ടാണ്. അത് സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത് ഇൻസെക്ട് പിന്നിങ് ബോർഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ചുറ്റും, ആ ഫോർവിങ്സിന്റെ ചുറ്റുമാണ് നമ്മൾ entomological pins ഇൻസേർട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദി ഫോം അല്ലെങ്കിൽ ടുവേർഡ്സ് ദി സ്റ്റൈറോഫോം അല്ലെങ്കിൽ വുഡൻ ഇൻസെക്ട് ഡിസ്പ്ലേ ബോർഡ്. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദാറ്റ് അലൈൻമെന്റ്, ആ ഒരു ഫോർമിങ്ങിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വി ആർ ജസ്റ്റ് സ്റ്റിക്കിംഗ് സം വാക്സ് സ്ട്രിപ്സ്, ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ അപ്പുറത്തെ ഫോർമിങ്ങിലേക്കും അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം എടുത്ത് പറയുന്ന രീതി എന്ന് പറയുന്നത് ആ ഒരു entomological പിൻ പിയേഴ്സ് ചെയ്യുന്നത് ഡയറക്ട്ലി ആ വിങ്സിന്റെ മുകളിലേക്ക് അല്ല, ഇറ്റ്സ് അറൌണ്ട് ദ വിങ്സ്. ഓക്കെ, കാരണം ആ വിങ്സിന്റെ മുകളിലേക്ക് പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഡിസ്ട്രപ്റ്റഡ് ആയി പോകും. സോ ദാറ്റ് ഇസ് ദ മെയിൻ തിങ് ദാറ്റ് ഹാസ് ടു ബി taken care while going through this particular content. Okay, actually ഞാൻ ഈ പിക്ചർ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 5ലേക്ക് എത്തി നമ്മൾ. സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ ഹൗ ടു പൊസിഷൻ ദ ഹൈൻഡ് വിങ്സ് ആൻഡ് ഫിനിഷ് പിന്നിങ്. ഓക്കെ, നമ്മൾ നേരത്തെ സ്ലൈഡിൽ നമ്മൾ 2 ഫോർ വിങ്സിനെ പൊസിഷൻ ചെയ്തു, പിൻ ചെയ്തു, അതിന് ഡയഗണലി ഓപ്പോസിറ്റ് നമ്മൾ വാക്സ് പേപ്പർ ഒട്ടിച്ചു ഒക്കെ കഴിഞ്ഞു. ഓക്കെ, നൗ ഇനി ബാക്കിയുള്ളത് 2 ഹൈൻഡ് വിങ്സ് ആണ്. ആഫ്റ്റർ വി ഹാവ് പൊസിഷൻ ആൻഡ് പിൻ ദ ഫോർ വിങ്സ്, ഡു ദ സെയിം പ്രോസസ് ആസ് അബവ് ഫോർ ദ ഹൈൻഡ് വിങ്. Instead using the vein at the very bottom to move the wing. അതായത് നമ്മൾ നേരത്തെ ടോപ്പ് വെയിൻ ആണ്
ആ ഒരു ഇനിഷ്യലി നമ്മൾ ആ ഒരു ടോപ്പ് വെയിനെ ഫോർസെപ്സ് വെച്ചിട്ട് പുള്ളി ചെയ്തിട്ടാണ് ആ ഫോർ വിങ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത മാതിരി ബോട്ടം വെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഹൈൻഡ് വിങ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, place an additional strip of wax paper diagonally across each hind wing to hold them in place. Same procedure as that of this forewing. Adjust the antenna. Antenna എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആ ഒരു ഹെഡിന്റെ മുകളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു തിൻ അപ്പൻഡേജസ് ആണ്. We have to adjust the antenna, legs and body into a natural position if necessary. Obviously അതൊരു ഡെഡ് ആയിട്ടുള്ള ഒരു സ്പെസിമെൻ ആണ്. അപ്പോൾ ആ ഒരു ആന്റിന ഹെഡ് പിന്നെ ലെഗ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് നിയറിംഗ് ടു ദാറ്റ് ഓഫ് പെർഫെക്ഷൻ. അത് എങ്ങനെയായിരുന്നു ലൈഫ് സ്റ്റേറ്റിലായിരുന്നത് അതേപോലെ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ആക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, കാരണം ഇറ്റ് ഹാസ് ടു ബി പ്രിസർവ്ഡ് ഫോർ ഇയേഴ്സ്, ഇറ്റ് ഇസ് യൂസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് സ്റ്റഡീസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആയതുകൊണ്ട് മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പിന്നെ ഇഫ് ദ അബ്ഡോമൻ ഇസ് ഡ്രൂപ്പി, an easy way to hold it up is by propping it up with two pins that have been crossed over each other. അതായത് അബ്ഡോമൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലല്ലെങ്കിൽ അതിനെ രണ്ട് പിൻസ് വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള രീതിയിൽ അതിന്റെ അബ്ഡോമന്റെ മുകളിലേക്ക് പിയേഴ്സ് ചെയ്യണമെന്നല്ല, അബ്ഡോമനെ ഒരു കറക്റ്റ് പൊസിഷനിൽ ആക്കിയിട്ട് ഫോർസെപ്സ് വെച്ചിട്ട് ആക്കിയിട്ട് വി കൻ ജസ്റ്റ് യൂസ് ടു പിൻസ് ദാറ്റ് ഇൻ എ ക്രോസിംഗ് പാറ്റേൺ. അപ്പോൾ ആ ഒരു അബ്ഡോമൻ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ രണ്ട് പിൻസ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പിയേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൾമോസ്റ്റ് ബി equivalent to that of the proper abdomen. ആ ഒരു visual effect. The specimen's head was tilted to one side, so use the pins to adjust it. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിൻസ് മാക്സിമം ഉപയോഗിച്ചിട്ട് അതിന്റെ നാച്ചുറൽ മോർഫോളജിനെ നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, and we have to avoid using pin directly to pierce the specimens, but around it we have to adjust it. Okay, allow the specimen to dry in this position for several days. Normally it has to be kept undisturbed for about a week. അതായത് നമ്മൾ ആ ഒരു റിലാക്സിങ് പ്രൊസീജിയർ ജസ്റ്റ് ഒരു 2 ദിവസമായിരുന്നെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഈ പ്രൊസീജിയർ അതായത് പിൻ ചെയ്ത ശേഷം ബട്ടർഫ്ലൈനെ അനക്കാണ്ട് വി ഹാവ് ടു കീപ് ഇറ്റ് ഫോർ 1 whole week. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ്ലി പിൻ ചെയ്തിട്ടുള്ള ഒരു സ്പെസിമെന്റെ ഒരു പിക്ചർ. ബിക്കോസ് നമ്മൾ പിൻ ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇറ്റ് വിൽ ബി ആ ഒരു പോസ്ചറിൽ അത് ആ ഒരു സ്റ്റേബിൾ ആയിക്കോളും. അപ്പം പിന്നെ നമുക്ക് പിൻസിനെ നമ്മൾ നോർമലി റിമൂവ് ചെയ്ത് കളയാറാണ് പതിവ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പാണ്, ഹൗ ടു ഡിസ്പ്ലേ ദ ഇൻസെക്ട് സ്പെസിമെൻസ്. അപ്പോൾ നമ്മൾ വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈ we have to carefully remove the pins and strips of paper. We have to gently transfer it into a display case by pushing the pin into a foam backing inside. Add a label to identify your specimens. Place your display box away from direct sunlight and extreme temperatures and humidity. I've heard of pests getting into boxes and destroying specimens. So you can use this cedar chips. അതായത് സെഡാർ ചിപ്സ് എന്ന് പറയുന്നത് ഒരു സെഡാർ വുഡിൽ നിന്ന് നമുക്ക് ചീന്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചിപ്സ് ആണ്. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, മോയ്സ്ചർ കൺട്രോൾ, പിന്നെ ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് സെഡാർ ചിപ്സിനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്റൻഷനലി ആ ഡിസ്പ്ലേ ബോക്സിൽ കുറച്ച് സെഡാർ ചിപ്സ് ഇടും ഇൻ ഓർഡർ ടു പ്രിവെന്റ് എനി മോയ്സ്ചർ കോണ്ടന്റ് എൻറ്ററിങ് ഇറ്റ് ഓർ ഇൻ ടു അബ്സോർബ് ദ എക്സിസ്റ്റിംഗ് മോയ്സ്ചർ കോണ്ടന്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെസ്റ്റിന്റെ ഇൻഫെസ്റ്റേഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഡയറക്ട്ലി പുട്ടിംഗ് ദി സെഡാർ ചിപ്സ് ഓൺ ടു ദിസ് ഡിസ്പ്ലേ ബോക്സസ്. And it is put inside to prevent this as well as to absorb the moisture. പിന്നെ ഞാൻ ആക്ച്വലി വീട്ടിലൊരു ഇൻസെക്റ്റിന് ഈ പറഞ്ഞ പോലെ തന്നെ ബട്ടർഫ്ലൈനെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ജസ്റ്റ് ഗേവ് എ ട്രൈ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി വെൻ ഐ സെർച്ച്ഡ് അബൌട്ട് ദിസ് ഡിസ്പ്ലേ ബോക്സസ്, ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 3,000 രൂപയോട് അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ്. ഓൾമോസ്റ്റ് ലൈക്ക് 3,500 4,000 ഇത് ഏറ്റവും ചെറുതിന്. സോ ഇത് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക ചീപ്പ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, കോസ്റ്റ്ലി ആണ്. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ specimen collection, properly preserved specimen collections that is reflecting our biodiversity of our place. So ഇത്രയാണ് മെയിൻ ആയിട്ട് പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ സോ ഫസ്റ്റ് നമ്മളത് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയണം. എന്താണ് പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ്? അത് പ്രിസർവേഷൻ ആണ്.
ബേസിക്കലി. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്താണ് ആ രണ്ട് റീസൺ, നമ്മൾ എന്തിനാണ് പിന്നിങ് ഓഫ് ബട്ടർഫ്ലൈസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂന്നാമത്തത്, ആ ഒരു 1 തൊട്ട് 6 വരെയുള്ള പ്രൊസീജിയേഴ്സ്, അതായത് സ്റ്റെപ്പ് 1 നമ്മൾ റിലാക്സ് ചെയ്യുന്നത്, എന്തിനാണ് റിലാക്സ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൾ മീ ഓർ വാട്സ്ആപ്പ് മീ. എങ്ങനെയെങ്കിലും പഠിച്ച്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ് ഡെഫിനറ്റ്ലി. ഒറ്റ ഇതിന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.